ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു കൊഞ്ച് മജ്ബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതാ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതിവിടെ 500 ഗ്രാം കൊഞ്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിത് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ഞാൻ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കൊഞ്ച് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-12 ചെറിയ അല്ലി വെളുത്തുള്ളി കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന വലിയ അല്ലി ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഒരു ചിക്കൻ മാഗി ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പെട്ടിയിൽ 2 എണ്ണല്ലേ ഉണ്ടാവും, അപ്പോൾ അതിൽ ഒരെണ്ണം കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കൊഞ്ചും ഇതവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ കൊഞ്ചിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഇതൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊഞ്ചിത ഇവിടെ നല്ലതുപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലിന് പകരം നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 2 മീഡിയം സൈസ് സവാള നന്നായിട്ട് കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ നന്നായിട്ട് തന്നെ ഇവിടെ വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇതാ നമ്മുടെ സവാള നന്നായിട്ട് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും മാഗി ക്യൂബെല്ലാം കൂടി ഇതാ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണെല്ലാം മാറി വരുന്നത് പോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് വെച്ച കൊഞ്ചില്ലേ, അതായത് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച കൊഞ്ച് നേരത്തെ ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചോറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇവിടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഡ്രൈ ലെമൺ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലെമൺ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. കത്തി വെച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റെല്ലാം നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുക്കുന്നില്ല, മുഴുവനായിട്ട് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 3 കപ്പ് അരിയാട്ടോ എടുക്കുന്നത്. അപ്പം 4.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിവിടെ മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം കൂടെ ഞാൻ അരിയും കഴുകി എടുത്തിട്ടുണ്ടേനു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കഴുകി എടുത്ത് വെച്ച അരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് നന്നായിട്ട് വെട്ടി തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ച് ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും ഇത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ 2-3 പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചോറ് ഇവിടെ നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ആ ഒരു ഡ്രൈ ലെമൺ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇത് ഫോട്ടോയിൽ എടുക്കുന്ന കാരണം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു ചോറാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ നിങ്ങൾക്ക് കൊഞ്ച് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ 500 ഗ്രാമിന് 2 കപ്പ് അരി എടുത്താൽ മതി.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.